ഇന്ന് വന്നേക്കുന്നത് നബിക്കരി മാർക്കറ്റിലാണ്. നബിക്കരി മാർക്കറ്റിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ബാഗുകളുടെ വലിയൊരു മാർക്കറ്റാണ് നബിക്കരി മാർക്കറ്റ്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് നബിക്കരി മാർക്കറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ലേഡീസ് ബാഗുകൾ ചോദിക്കുന്നുണ്ട്. ലേഡീസ് ബാഗുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തായിരുന്നു, പക്ഷേ വാട്സപ്പിൽ വരുമ്പോൾ കാറ്റലോഗിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലേഡീസ് ബാഗുകൾ ഇന്ന് പിക്ക് ചെയ്യണം. പിന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഡൽഹിയിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. ആരൊക്കെയാണ് ഫ്രോഡ്, ആരൊക്കെയാണ് ഫ്രോഡ് അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ സൂക്ഷിച്ച് മാത്രം ഓർഡർ ചെയ്യുക. ഞാൻ മാക്സിമം ഷോപ്പിൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നബിക്കരി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ബാക്കി വിശേഷം അവിടെ കാണാം. ഡൽഹിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് നബിക്കരി മാർക്കറ്റ്. ലേഡീസ് ബാഗുകൾ, സ്കൂൾ ബാഗ്, ട്രോളി, അതെല്ലാം ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ. ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ സിംഗിൾ പീസായിട്ട് അങ്ങനെ അധികം കിട്ടില്ല. ചിലപ്പോൾ കിട്ടും, ചില സ്റ്റോറിൽ കിട്ടും, ചില സ്റ്റോറിൽ കിട്ടില്ല. അത് നിങ്ങൾ വന്ന് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പലരും പിന്നെ ചോദിച്ചായിരുന്നു എന്താണ് ഷോപ്പുകളിൽ കയറി പ്രൊമോട്ട് ചെയ്യാൻ. ഈ ഷോപ്പുകളിൽ കയറി ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. ഷോപ്പുകളിൽ വന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അവർ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും അയച്ചു തന്നെ. പിന്നെ അവിടെ ഡിസ്പ്യൂട്ട് വരും, പിന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഷോപ്പുകളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാത്തത്. എന്നെ പലരും വിളിച്ചായിരുന്നു, ഇവരെ ഹിന്ദിക്കാർ തന്നെ അവരുടെ ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു വീഡിയോ കണ്ട്. ഞാനത് റിജക്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടെടുക്കുക. ഇനി നാട്ടിലിരുന്ന് ഓർഡർ ചെയ്യണവർ കുറഞ്ഞ യൂണിറ്റ് ഓർഡർ കൊടുക്കുക, അതായത് ചെറിയ എമൗണ്ടിന് ഓർഡർ കൊടുക്കുക. ഓരോന്നിൻ്റെ കാണിക്കേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ഷോപ്പിൻ്റെ അഡ്രസ്സ് കാണിച്ച് ഞാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടുത്തെ അഡ്രസ്സുകൾ. അതിൽ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് മിക്ക ഷോപ്പുകളും. ക്ലച്ചസിൻ്റെയൊക്കെയാണ്. ക്ലച്ചസ്, അതുപോലെ തന്നെ മറ്റ് ബാഗുകളും കാര്യങ്ങളും, ചെറിയ ലേഡീസ് പേഴ്സ് ആ കാറ്റഗറിയിൽ വന്ന കയ്യിൽ ഹാൻഡി ആയിട്ടുള്ള ബാഗുകൾ ഈ ഷോപ്പിലുണ്ടാവുള്ളത്. ഈ ഷോപ്പിൽ ഇതേപോലത്തെ കുറച്ച് പ്രീമിയം ലുക്കുള്ള ലൂയി വിറ്റോൺ സ്റ്റൈൽ ബാഗുകൾ, അതിൻ്റെ നമ്പർ, ഇതൊക്കെയാണ് ഷോപ്പുകളുടെ ഇത്. എല്ലാത്തിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു പോവാം, ബാഗുകളുടെ കാര്യങ്ങളുടെയൊക്കെ. നിങ്ങൾക്ക് സൗകര്യം പോലെ വിളിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഷോപ്പിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഓരോ ഷോപ്പുകളിലും കയറി ഓരോന്നിൻ്റെ വില ചോദിക്കുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പുകാരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഡയലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ മറ്റ് വീഡിയോസ് ഉണ്ട്. പിന്നെ അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. കണ്ടോ, സൂക്ഷിച്ച് നടക്കണം. അതേപോലത്തെ ഹാൻഡ് മെയ്ഡ് ടൈപ്പ് ബാഗുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ റോ മെറ്റീരിയലായിരിക്കണം. ഇവിടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ മാനുഫാക്ചറിങ്ങും ഉണ്ട്. അങ്ങനത്തെ ബാഗുകൾ. ഞാനിപ്പോൾ ലേഡീസ് ബാഗിൻ്റെ സെക്ഷനിലേക്ക് എനിക്ക് ഇറങ്ങണം. ഞാൻ കമ്മലുകൾ ഓൾറെഡി ഇട്ടായിരുന്നു, ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇനി ലേഡീസ് ബാഗിൻ്റെ ഞാൻ പ്രീമിയം മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് കുറച്ച് നല്ല ക്വാളിറ്റി, ഷവർ ക്വാളിറ്റികൾ ഒരുപാട് ഇവിടെ കിട്ടും. കുറച്ച് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ലെതറും നോക്കണുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം റെക്സിൽ ഒരു 1000 രൂപയുടെയൊക്കെ മേളിലുള്ളതാണ് നോക്കണം. കസ്റ്റമർക്ക് എവിടെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ടൈപ്പിലുള്ളതാണ് ഞാൻ നോക്കുന്നത്. ക്ലച്ചസൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതേപോലത്തെ ഈ ബാഗ് എനിക്ക് ഓൾറെഡി ഓർഡർ വന്നതാണ്. ബ്ലാക്ക് ബാഗ് എനിക്ക് ഒരു ഓർഡർ വന്നായിരുന്നു ഒരു കസ്റ്റമർക്ക്. ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനത് അവർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പ്രീമിയം ലേഡീസ് ബാഗുകൾ മാത്രം ഞാൻ ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അത് ക്ലച്ചസിൻ്റെയും കാര്യങ്ങളിലേക്ക് വേറെ നമ്പർ, ഇതാണ് വേറെ നമ്പർ. സ്കൂൾ ബാഗിൻ്റെ ചില ഷോപ്പുകൾക്ക് നമ്പർ ഇല്ലാത്ത ഷോപ്പുകളുടെ ഞാൻ കാണിക്കുന്നില്ല, നമ്പർ ഉള്ളതിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഓരോരോ ബാഗുകൾ നിങ്ങൾക്ക് എല്ലാവരും ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് വേറെ ഷോപ്പ്. പിന്നെ ഇവിടെ ഈ ബാഗ്, ഈ ടൈപ്പ് ബാഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കണ്ടില്ലേ,
ലേഡീസ് ബാഗുകളുടെയാണിത്. ബാഗുകളുടെ ഒരു അക്രമ മാർക്കറ്റാണിത്. അതുകൊണ്ടല്ലേ ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. ഈ നമ്പർ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ 4K മാറ്റാം. യൂട്യൂബിലെ ക്വാളിറ്റി 4K ഇടാം. ചെറിയ ഇതേതാ സ്ലിംഗ് ബാഗുകളാണത്. അവരുടെ കളക്ഷൻസ് അവിടെ നമ്പറുണ്ട്. ഇതേപോലത്തെ ചില ഷോപ്പുകൾക്ക് നമ്പറില്ല, നമ്പർ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ. ഇത് ലൂയി വിറ്റോൻ്റെയൊക്കെ മറ്റേ ഒരു 1.5 ലക്ഷത്തിൻ്റെയൊക്കെ ഒരു ബാഗുണ്ടല്ലോ, സെലിബ്രിറ്റികളൊക്കെ ആയിരുന്നു, അതിൻ്റെ റെപ്ലിക്കാണത്. റെപ്ലിക്ക ടൈപ്പും ഉണ്ട്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബാഗുകളുണ്ട്. ഞാൻ ഇമ്പോർട്ടഡ് മാത്രമാണ് ഞാൻ നോക്കുന്നുള്ളൂ. ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് മാത്രം, നല്ല ഹൈ ക്വാളിറ്റിയിൽ, നല്ല മെഷീനറീസൊക്കെ ലോക്കൽ മാനുഫാക്ചർ ചെയ്യാത്ത ഹൈ ക്വാളിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്തേക്കണ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ നോക്കുന്നുള്ളൂ. ഇവരുടെ നമ്പർ ഉണ്ടോ? ഇതാണ് ഇവരുടെ നമ്പർ. ഇതാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. ഇവരുടെ നമ്പർ നിങ്ങൾക്ക് കാണാം. 4K ഹൈ ക്വാളിറ്റി, ഹൈ പിക്ചർ ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറുകളെല്ലാം കൃത്യമായിട്ട് കാണാം. അപ്പോൾ ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിക്കുക. ഓർഡർ ചെയ്യുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും നിങ്ങൾ എമൗണ്ട് അയച്ചു കൊടുക്കരുത്. ബൾക്ക് ക്വാണ്ടിറ്റി 50,000 60,000 ഒന്നും അയച്ചു കൊടുക്കരുത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുക, ചെറിയ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ആദ്യം ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജിൽ ചിലപ്പോൾ ഒരു നഷ്ടം നിങ്ങൾക്ക് തോന്നിയേക്കാം. ഷിപ്പിംഗ് ചാർജ് കുറച്ച് നഷ്ടം വന്നാലും ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വലിയ വലിയ ക്വാണ്ടിറ്റികൾക്ക് ഓർഡർ കൊടുക്കാവുള്ളൂ. ഓക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഓർഡർ കൊടുക്കാം. എപ്പോഴും ഓർഡർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു മുൻകരുതൽ വേണം. ഡൽഹിയിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരുടെയും എമൗണ്ട് പോയിട്ടുണ്ട്. അത് ഞാൻ പലയിടത്തും വായിച്ചും അറിഞ്ഞിട്ടും പലരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ വിളിച്ച് പറഞ്ഞതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സൂക്ഷിച്ച് ഓർഡർ ചെയ്യുക. നേരിട്ട് വന്ന് കണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് തൊട്ട് ഫീൽ ചെയ്തെടുക്കണതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഡൽഹി വരെ വരാൻ പറ്റാത്തവർക്ക് അവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ഓർഡർ കൊടുക്കാം. ഫേമസ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് സ്റ്റൈൽ പോലുള്ള, ജസ്റ്റ് സ്റ്റൈൽ അങ്ങനത്തെ അതിലെല്ലാം നോക്കി റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കൊടുക്കാം. ഇപ്പോൾ വേറൊരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെയും ലോഡിങ്ങുകാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. നടന്നിട്ട് നമ്മൾ വേഗത്തിൽ നടക്കണം. മാർക്കറ്റുകളുടെ അകമൊക്കെ ഒരു പ്രശ്നമാണ്. ആണല്ലോ ഇത്തരത്തിലുള്ള സ്കൂൾ ബാഗ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആണ് ഞാൻ അധികം നോക്കുന്നത്. ചില ഷോപ്പുകൾക്ക് നമ്പറില്ല കേട്ടോ, നമ്പറില്ലാത്തതാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാഗുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ടോട്ട് ബാഗുകളെല്ലാം മറ്റ് പർച്ചേസിനൊക്കെ പോണവർക്ക്, ഷോപ്പിങ്ങിനൊക്കെ പോണവർക്ക് ടോട്ട് ബാഗുകളെല്ലാം നല്ലതാണ്. ഈ ഷോപ്പുണ്ട്. ഇത് ഇവരുടെ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേയിൽ വെച്ചേക്കണതാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റുകൾ. ഇതൊക്കെ ആയിരിക്കും അവരുടെ നമ്പർ. ഇത് അടുത്ത ഷോപ്പിൻ്റെ ഇത് അവരുടെ കളക്ഷൻസ് കാര്യങ്ങൾ. ഈ ചെറിയ കുട്ടികളുടെ സ്കൂൾ ബാഗ് കാര്യങ്ങളൊക്കെ, ചെറിയ കുട്ടികളുടെ ബാഗ് കാര്യങ്ങൾ, അവരുടെ നമ്പർ കൊടുത്തിട്ടുള്ളല്ലോ. നമ്പർ എവിടെയാണ് ഈ ഷോപ്പിൻ്റെ? നമ്പർ കൊടുത്തിട്ടില്ല, അവരുടെ നമ്പർ കൊടുത്തിട്ടില്ല. ഇതേപോലത്തെ ലൂയി വിറ്റോൻ്റെ ഒക്കെ ഫസ്റ്റ് കോപ്പി ഐറ്റംസ് ചില ഷോപ്പ് മാത്രമാണ് നമ്പർ കൊടുത്തിട്ടുള്ളൂ. അടുത്തടുത്തുള്ള ഷോപ്പുകളിൽ കിട്ടും. ആ സെയിം പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം അടുത്തടുത്ത ഷോപ്പുകളിൽ കിട്ടും. അവരുടെ നമ്പർ, ഈ നമ്പറുണ്ട്. ക്ലച്ചസ്, തരത്തിലുള്ള ക്ലച്ചസ് എല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്യാനാണ്. നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഇവിടെ.
ഇത് അവരുടെ നമ്പർ. ഇത് ആ ഷോപ്പിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇത് മിക്കതും എല്ലാം നമ്മുടെ ലോക്കൽ മാനുഫാക്ചർ ചെയ്തേക്കണല്ല കേട്ടോ. എല്ലാം ലോക്കൽ മാനുഫാക്ചറിങ് അല്ല, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണതുമുണ്ട്. ഇമ്പോർട്ട് ചെയ്യണതെല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കും. കാരണം ഈ മറ്റു മാർക്കറ്റുകളെ കൂടി ഉദ്ദേശിച്ചാണ് അവർ മാനുഫാക്ചർ ചെയ്യണത്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി അങ്ങനത്തെ മാർക്കറ്റുകളെ ഉദ്ദേശിച്ചാണ് ചൈനയിൽ ഇത് ബൾക്ക് മാനുഫാക്ചറിങ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണതിന് ഒരുവിധം നല്ല ക്വാളിറ്റി ഉണ്ടാവും. നമ്മുടെ ലോക്കൽ മാനുഫാക്ചർ ചെയ്യണതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ടാവും. നല്ല രീതിയിൽ അവർ അത് ചെയ്തിട്ടുണ്ടാവും. ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഒരക്കം ചാടി പോയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ സ്ഥലമൊക്കെ കാണിച്ചായിരുന്നു. ബാഗുകളുടെ റോ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സംഗതികളുണ്ടല്ലോ, റെക്സിനൊക്കെ പലതരം റെക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പുകളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അത് നിങ്ങൾക്ക് പഴയ വീഡിയോ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ആണ് നമ്പർ. സ്കൂൾ ബാഗുകളുടെ സെക്ഷനും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. സ്കൂൾ ബാഗുകളുടെ നിങ്ങൾക്ക് സ്കൂൾ ബാഗ്സിൻ്റെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് ഇവരുടെ നമ്പർ. ജസ്റ്റ് പൗസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അടിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്പർ. ഇതെല്ലാം ഒന്നും ജസ്റ്റ് ഡയലിൽ ഉണ്ടാവില്ല. ഈ എല്ലാ നമ്പറൊന്നും ജസ്റ്റ് ഡയലിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതെവിടെയാണ് ഇവരുടെ കളക്ഷൻസ് എന്തൊക്കെയാണ്? ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ കളക്ഷൻസ്. ചെറിയ കുട്ടികളുടെ ബാഗ്, കിൻഡർ ഗാർഡൻ പോലുള്ള സെക്ഷനിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ്, ക്ലച്ചസിന് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പ്. ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ നമ്പർ. ഇതെല്ലാം നല്ല പ്രൊഡക്റ്റുകളാണ്. ഇതെല്ലാം ക്രോസ് ബോഡി, അതേപോലെ സ്ലിംഗ് ബാഗ്. ക്രോസ് ബോഡി ആയിട്ടും നമുക്കിടാം, അതേപോലെ വൺ സൈഡായിട്ടും ഒരു സൈഡിൽ ഷോൾഡറിലായിട്ടും ഇടാവുന്ന നല്ല രീതിയിൽ. അതൊക്കെ ഏത് സമയത്തും ട്രെൻഡ് പോകാത്ത ടൈപ്പുള്ള ബാഗുകളാണ്. അതിങ്ങനെ നിലനിൽക്കും. നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ? നമ്പർ കാണാൻ ബാഗുകൾ എനിക്ക് തോന്നാറില്ല ജസ്റ്റ് അതിലോ മറ്റേ ഗൂഗിളിലൊക്കെ ഇത്രയും അധികം എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും ബാഗ് ബിസിനസ് ചെയ്യാവുന്ന ആളുകൾക്ക്. ഇവിടെ അടുത്ത ഷോപ്പ് ഇതാണ് ഇവരുടെ കളക്ഷൻസ്. ഇവരുടെ കളക്ഷൻസ് ഇതൊക്കെയാണ്. തരത്തിലുള്ള ബാഗുകൾ, ബാഗ്സ് എല്ലാം ഒരു ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചിലവർ വാട്സപ്പിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പും കൂടി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരുടെ കളക്ഷൻസ് കാര്യങ്ങൾ. വലിയ മാർക്കറ്റാണ്, ബാഗുകൾ മാത്രം. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത അതാണ്. അല്ലെങ്കിൽ ഡൽഹിയിലെ മിക്ക മാർക്കറ്റുകളും അങ്ങനെയാണ്. ഒരു സെക്ഷനിലായിട്ട് ഒരു ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും ഇത്തരം ബാഗുകൾ, അതേപോലെ തന്നെ ഷൂസിനാണെങ്കിൽ ഷൂസ്, അങ്ങനെ അതിനു വേണ്ടി മാത്രം. ചാനൽ കനാം ഈ ഷോപ്പിൻ്റെ കളക്ഷൻസ്. ഇത് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഇട്ടേക്കണയൊക്കെയാണ് അവരുടെ കളക്ഷൻസ്. ഇത് ഈ ഷോപ്പിൻ്റെ ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, അത് വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേ ഷോപ്പ് ഇവിടെ ഏത് കളക്ഷൻസ് ഇതേപോലത്തെ ബാഗ് അവരും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അവർ ആരും പ്രൊമോട്ട് ചെയ്യണമല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചുമ്മാ വീഡിയോ എടുത്ത് ചിലവർ ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്യണതാണ്. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഡീൽ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നേരത്തെ ഞാൻ ടിപ്സ് പറഞ്ഞു തന്ന പോലെ അതേപോലെ ചെയ്യുക. പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ
തുടങ്ങുന്ന ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രം സെല്ല് ചെയ്യാൻ വേണ്ടി എന്നെ എത്രയോ പേര്, ആരൊക്കെ വിളിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, പലരും വിളിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ടോയ്സ് സെല്ല് ചെയ്യണവർ, അതുപോലെ തന്നെ ജ്വല്ലറി സെല്ല് ചെയ്യണവരുണ്ട്, പലരും വിളിച്ചേർന്നു. അവരിങ്ങനെ അതുപോലെ ആരെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിശ്വസിക്കാൻ പറ്റുന്നവരെ, അത് നമ്മൾ ഒരുപാട് കാലം ഒരാളായിട്ട് ഡീൽ ചെയ്താലാണ് ആരൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ വന്ന് ചുമ്മാ ട്രാവൽ ചെയ്ത് നടക്കുമ്പോൾ ആരൊക്കെയാണ് നമുക്ക് പിടി കിട്ടൂല. അല്ല, അവർ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു 0 ആണോ? 0. നല്ലൊരു മാർക്കറ്റ് കളക്ഷൻ ഉണ്ട്. ഇതുപോലത്തുള്ള ഹാൻഡ് മെയ്ഡ് ഇതൊക്കെ നിങ്ങൾക്ക് കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റാണ്. നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണ, അതായത് നിങ്ങൾ ആ മേക്ക് ചെയ്യണ, മാനുഫാക്ചറിങ് എന്ന് പറയാൻ പറ്റില്ല, ആ മേക്ക് ചെയ്യണത് നിങ്ങൾ വീഡിയോയായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. സ്വന്തമായിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഇതേപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ആ എല്ലാ മേക്കിംഗ് വീഡിയോസും കംപ്ലീറ്റ് കസ്റ്റമേഴ്സിനെ കാണിക്കണം. കസ്റ്റമർ അറിയണം നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളത്. ഈ ബിഹൈൻഡ് ദ സീൻ മൊത്തം കസ്റ്റമറെ കാണിക്കണം. കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് വളരെ വിശാലമാണ്, വളരെ വലിയ മാർക്കറ്റാണ്. പക്ഷേ ഈ മാർക്കറ്റ്, നബിഗിരി മാർക്കറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ കണ്ടു തീർക്കാം കേട്ടോ. ഒരു ദിവസമൊന്നും വേണ്ട, കുറച്ച് സദർ ബസാർ പോലെയൊന്നുമല്ല, അത്ര വിശാലമായിട്ടുള്ളൊരു മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലേഡീസ് ബാഗുകൾക്ക് വേണ്ടി മാത്രം, ലേഡീസ് ബാഗ് എന്ന് പറയാം, ലേഡീസ് എന്ന് പറയണ്ട, ബാഗിന് വേണ്ടിയിട്ട് മാത്രമുള്ള മാർക്കറ്റാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ സ്കൂൾ ബാഗിൻ്റെ ഒക്കെ ആ സെക്ഷനിലോട്ടായിരിക്കും ഇനി കയറണം. സ്കൂൾ ബാഗ്, ലഗേജ് ബാഗ്, ടഫിൾ ബാഗ് അങ്ങനെയൊക്കെ പേരുണ്ടല്ലോ. ഹാൻഡ് ക്രാഫ്റ്റഡ് ടൈപ്പിലുള്ള ബാഗുകൾ, ട്രഡീഷണൽ ഡിസൈനുകളാണ്. മയിൽപ്പീലി, ആന, മയിൽ, ഇതെല്ലാം ട്രഡീഷണൽ ഡിസൈൻ വന്നതാണ്. ജയ്പൂർ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും അധികം. ലോഡ് പോണുണ്ടോ? സ്കൂൾ ബാഗുകളുടെ സെക്ഷൻ. സ്കൂൾ ബാഗ് എല്ലാം ഹോൾസെയിലാണ്. സ്കൂൾ ബാഗുകൾക്ക് വേണ്ടി മാത്രമുള്ള ഈ ഏരിയയിൽ കംപ്ലീറ്റ് സ്കൂൾ ബാഗുകളാണ്. ഇതൊക്കെയാണ് ഇവന്മാരുടെ കളക്ഷൻസ്. ഇവരുടെ വീഡിയോ, ഇവരുടെ എല്ലാം ഇവരുടെ കളക്ഷൻ. നമ്പർ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റ് മാർക്കറ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഞാൻ ഡൽഹിയിലെ കുറേ മാർക്കറ്റുകൾ ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കറിയാവുന്ന, എനിക്കറിയാൻ പാടില്ലാത്തൊക്കെ ആയിട്ടുള്ള ഒരുപാടുണ്ടാവും. നിങ്ങളത് എനിക്ക് കമൻറ്റിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ പോയി വീഡിയോസ് ചെയ്യാം. ഈ ഷോപ്പുകളൊന്നും കാര്യം പ്രൊമോട്ട് ചെയ്യില്ലെങ്കിൽ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാം. എൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ലേഡീസ് ബാഗുകളാണ് ഞാൻ സെല്ല് ചെയ്യണം. പിന്നെ ജുംകാസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ജുംകാസിൻ്റെ തൽക്കാലത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. പ്രീമിയം ലേഡീസ് ബാഗുകൾ മാത്രം, ആ സെഗ്മെൻറ്റ് മാത്രം ആണ് ഇനി ഞാൻ നോക്കണത്. കാര്യം വേറെ ഒന്നുമല്ല, കുറേ പേര് ചോദിക്കുന്നുണ്ട് ലേഡീസ് ബാഗുകൾ, കുറേ പേര് ചോദിക്കുന്നുണ്ട്. ലേഡീസ് പ്രൊഡക്റ്റുകൾ വിട്ടിട്ടാണ് എനിക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളത്. അതാണ് ഞാൻ ഈ കാറ്റഗറി പിടിക്കണത്. ഞാൻ മുമ്പ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം, ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ടൈമിലെല്ലാം അവിടെ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് ലേഡീസ് പ്രൊഡക്റ്റുകളാണ്. ലേഡീസ് ബാഗുകൾ, ക്ലച്ചസ്, ഐലൈനർ, അതുപോലത്തെ ബ്യൂട്ടി കോസ്മെറ്റിക്സ്, ജ്വല്ലറി റിലേറ്റഡ്, ഫാഷൻ, ഇതെല്ലാമാണ് എൻ്റെ മെയിൻ പ്രൊഡക്ട്സുകൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം എല്ലാം പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. യൂട്യൂബിലൊരു ഫ്രണ്ട് ക്യാമറ
യൂട്യൂബിലൊരു ചാനൽ നിർബന്ധമാണ്. നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ യൂട്യൂബിലൊരു ചാനൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കസ്റ്റമേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകൽ വളരെ ഡിഫിക്കൽട്ടാണ്. ലോക്കൽ കസ്റ്റമേഴ്സിനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഈവൻ ലോക്കൽ കേരളത്തിൽ നിന്ന് മാത്രമുള്ള കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടും കാര്യമില്ല. ഇന്ത്യ തന്നെ വലിയ മാർക്കറ്റല്ലേ. ഇന്ത്യ പോലുള്ള വലിയ മാർക്കറ്റ് കീഴടക്കാനായിട്ട് വലിയ വമ്പൻ കമ്പനികൾ മത്സരിക്കുകയാണ്. കാരണം ഇത്രയും അധികം പോപ്പുലേഷനുള്ള, ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യം ഇന്ത്യയാണ്. ചൈന ആയിരുന്നു, അവരെ മറികടന്ന് ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള രാജ്യം. അപ്പോൾ യൂട്യൂബിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലെല്ലാം പേജ് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അതുവഴിയാണ് നിങ്ങൾ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം. ചിലവർ ഇത് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരുവിധപ്പെട്ട എനിക്ക് പറ്റാവുന്ന എല്ലാ ഷോപ്പുകളുടെ നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചില ഷോപ്പുകൾക്ക് നമ്പറില്ല, നമ്പർ ഉള്ളതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഓർഡർ കൊടുക്കാം. മാർക്കറ്റിൽ നേരിട്ട് വരണമെന്നുള്ളവർക്ക് നേരിട്ട് വരാം. നേരിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, നിസാമുദ്ദീൻ അല്ല, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററാണ് മാക്സിമം ദൂരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഓട്ടോയിൽ വരാൻ പറ്റും, അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ കൊറിയർ അയക്കാനൊക്കെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ സൗകര്യമുണ്ട്. അതെല്ലാ മാർക്കറ്റിൻ്റെ അകത്തും സൗകര്യമുണ്ട്. അത് നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അവർ തന്നെ ചിലപ്പോൾ കൊറിയർ അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അയക്കാം. അപ്പം ഞാനിനി പ്രീമിയം ലേഡീസ് ബാഗിൻ്റെ സെഗ്മെൻറ്റിലേക്ക് പയ്യെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് ആ ഒരു മാർക്കറ്റിൻ്റെ ഒരു സാധ്യത പഠിക്കണം. ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ ഇനി ലേഡീസ് പ്രീമിയം ബാഗ്സിൻ്റെ സെഗ്മെൻറ്റ് നോക്കണം. തൽക്കാലത്തേക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളായിട്ട് കൂടുതൽ പ്രൊഡക്ട്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.